ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ 4 പ്രതികളെയും വെറുതെ വിട്ടു എന്ന വാർത്ത വരുന്നു. ഒന്നാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കി. ഹൈക്കോടതിയുടേതാണ് ഈ നിർണായക ഉത്തരവ്. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റി എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, വലിയ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നുവല്ലോ, ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉമേഷ്, കേരളത്തെ പിടിച്ചുലക്കിയ ഒരു കേസായിരുന്നു ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിന്റെ അന്നായിരുന്നു ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അതിക്രൂരമായി ഒക്കെ എന്ന തരത്തിലായിരുന്നു ഫ്രെയിം ചെയ്തിരുന്നത്. ആദ്യം ലോക്കൽ അന്വേഷിക്കുകയും പിന്നീട് വിവാദങ്ങൾക്ക് പിന്നാലെ അത് CBIക്ക് കൈമാറുകയും. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന. അല്പസമയത്തിനകം വിഷ്ണു ചേരും. വലിയ വിവാദമുണ്ടാക്കിയ കേസാണ് അത്. CBI ആണ് അന്വേഷിച്ച് ഇക്കാര്യത്തിൽ കുറ്റപത്രം നൽകിയത്. ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് തന്നെ വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ഒന്നാം പ്രതിയുടെ വധശിക്ഷ തന്നെ ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഹൈക്കോടതിയുടേതാണ് ഈ നിർണായക ഉത്തരവ്. അന്വേഷണത്തിൽ CBIക്ക് വീഴ്ചയുണ്ടായി എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. 2005 സെപ്റ്റംബർ 27 സംഭവമായിരുന്നു ഇത്. ഉദയകുമാറിനെ അന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പോലീസിന്റെ പ്രത്യേക സ്ക്വാഡാണ്. അതിനുശേഷം അത് കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയതാണ്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക വിധി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയാണ് കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്? വിഷ്ണു, ഉദ്ദേശ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. നിലവിൽ വിധി പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്തത്. ഉത്തരവിന്റെ പകർപ്പ് വിശദമായി പുറത്തു വരുന്ന ശേഷമായിരിക്കും എന്തെല്ലാം നിരീക്ഷണങ്ങൾ കോടതി നടത്തി എന്നുള്ളതിൽ ഒരു വ്യക്തത വരിക. നിലവിൽ CBIക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന നിരീക്ഷണമാണ് വാർത്തകൾ കോടതി വ്യക്തമാക്കിയത്. വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. കേസിലെ ഒന്നാം പ്രതി ASI ആയ K ജിതകുമാർ ആയിരുന്നു. രണ്ടാം പ്രതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ SV ശ്രീകുമാർ ആയിരുന്നു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കുമാണ് നേരത്തെ വധശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ രണ്ടാം പ്രതിയുടെ വധശിക്ഷ പിന്നീട് റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒന്നാം പ്രതിയുടെയും വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. ഒപ്പം ഈ 4 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായൊക്കെ വലിയ ചർച്ച ചെയ്യുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്ത സംഭവമാണ്. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമാണ് ഫോർട്ട് പോലീസ് ഉദയകുമാറിനെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഉദയകുമാറിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തായ സുരേഷ് കുമാറിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഉദയകുമാറിന്റെ കൈവശം ഉണ്ടായിരുന്ന 4000 രൂപ മോഷണ മുതലാണെന്ന് വരുത്താനുള്ള അത്തരത്തിലാണ് പരാതി ഉയർന്നത്. വരുത്താനുള്ള ശ്രമത്തിന് മോഷ്ടിച്ചു. അതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെയാണ് പോലീസ് എന്ന കേസ് ഫ്രെയിം ചെയ്യുകയും പിന്നാലെ ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്നുള്ളതായിരുന്നു ആക്ഷേപം. പിന്നീട് വിശദമായ അന്വേഷണം ഇതിൽ ലോക്കൽ പോലീസും ഏറ്റവും ഒടുവിൽ CBIയും ഒക്കെ നടത്തിയിരുന്നു. നിലവിൽ CBI സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. CBIക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് 4 പ്രതികളെ വെറുതെ വിടാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഉന്മേഷം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.